വെൺമണി ശാർങ്ങക്കാവ് പാലത്തിന്റെ ഉദ്ഘാടനം നടത്തി. 2018 പ്രളയത്തിൽ തകർന്ന ശാർങ്ങക്കാവ് പാലം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 15.57 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. വെൺമണി ശാർങ്ങക്കാവ് പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു. 2018 പ്രളയത്തിൽ തകർന്ന ശാർങ്ങക്കാവ് പാലം റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 15.57 കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 3 സ്പാനുകളിലായി 103.4 മീറ്റർ നീളത്തിലും 11.6 മീറ്റർ വീതിയിലും നിർമ്മിച്ച പാലത്തിന് ഇരുവശങ്ങളിലുമായി 254 മീറ്റർ അപ്രോച്ച് റോഡുമുണ്ട്. പാലവും റോഡുകളും BM/BC നിലവാരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വെൺമണി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് തൊട്ടു വടക്ക് ഭാഗത്ത് ശാർങ്ങക്കാവിന്റെ ഓരം ചേർന്ന് അച്ചൻകോവിലാറിന് കുറുകെ നിർമ്മിച്ച ഈ പാലം ശാർങ്ങക്കാവ് ദേവീക്ഷേത്ര ദർശനത്തിനെത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചു. പതിറ്റാണ്ടുകളായി ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ച 2 പാലങ്ങൾ, ഒന്ന് ശാർങ്ങക്കാവ് പാലവും ഒന്ന് കുത്തിയതോട് പാലവും ഉദ്ഘാടനം ചെയ്യുക. ശാർങ്ങക്കാവ് പാലം 12.5 കോടി രൂപയ്ക്കാണ് സമയബന്ധിതമായി ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. മാവേലിക്കര, ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം കരാറുകാരൻ വളരെ ഭംഗിയായി തന്നെ നിർമ്മിച്ച് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിനൊന്നും വിശദാംശം ഞാൻ പോകുന്നില്ല. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും. ഒരു 2, 3, 4 ദിവസം കഴിഞ്ഞ് വെൺമണി പഞ്ചായത്തിൽ മറ്റൊരു സ്വപ്ന പദ്ധതി ചക്കുളത്ത് പാലം അതിന്റെ അവസാന നിർമ്മാണ പ്രവർത്തനം എത്തിയിരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 2016 KK രാമേന്ദ്രൻ നായർ സാർ MLA ആകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം 2018 അദ്ദേഹം നമ്മളെ വിട്ടുപോയി. ഞാൻ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണി പറഞ്ഞ വാഗ്ദാനം 2021 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ വാഗ്ദാനം അച്ചടിച്ച് ആ പ്രകടന പത്രിക നിങ്ങളുടെയൊക്കെ കൈവശം കാണും. കൈവശമുള്ളവരതൊന്ന് വായിച്ചാൽ മനസ്സിലാകും. ആ പ്രകടന പത്രിക തട്ടിപ്പായിരുന്നില്ല, അത് പ്രഹസനമായിരുന്നില്ല, അത് വോട്ട് തട്ടാനുള്ള മാർഗമായിരുന്നില്ല, അത് നടപ്പാക്കാനുള്ള ആർജവത്തോടുകൂടിയുള്ള പ്രസ്താവനയായിരുന്നു. ഈ മണ്ഡലത്തിൽ അതിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മാത്രമല്ല പറയാത്ത കാര്യങ്ങളും പൂർത്തീകരിച്ചു എന്ന അഭിമാനത്തോട് പറഞ്ഞു. ചടങ്ങിൽ MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഈ നാടിനകത്ത് പാലങ്ങൾ ഏതാണ്ട് 150-ലധികം പാലങ്ങൾ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കുകയാണ്. സമാനതകളില്ലാത്ത പശ്ചാത്തല സൗകര്യ വികസനങ്ങൾ ഈ നാടിനകത്ത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിന് ഒരു ഭരണ തുടർച്ചയുടെ പ്രതിഫലനമുണ്ട് എന്ന് നമുക്ക് ഏവർക്കും ഒരേ സ്വരത്തിൽ പറയാൻ കഴിയുന്ന സാഹചര്യമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A. മഹേന്ദ്രൻ, KSCM ചെയർമാൻ HM റഷീദ്, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C. അനു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെബിൻ P. വർഗീസ്, രാജേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം T. വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ G. മായാദേവി, സ്വപ്ന സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SK ബീന, പഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ രാജേഷ്, പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം സൂപ്രണ്ട് എഞ്ചിനീയർ ഷിജി കരുണാകരൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാബി BB, മറ്റു ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ചാരുമൂട്.